ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സാന്ത്വനം ടൂവിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. നമ്മുടെ എന്താണ് ധർമ്മൻ്റെയും അതുപോലെ ബാലൻ്റെയും ഗോമതിയുടെയും ഇന്ന് നടക്കാനിരിക്കുന്ന ആ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. ഒപ്പം നല്ലൊരു ശുഭദിനവും കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സാന്ത്വനം ടൂവിൻ്റെ പുതിയ വിശേഷം ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ധർമ്മം പുതിയ ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. ധർമ്മന് യാതൊരു താല്പര്യവുമില്ല ആ ഷോപ്പ് ഇന്ദിര സ്റ്റോഴ്സിൽ പോയി ഇരിക്കണമെന്നോ അല്ലെങ്കിൽ അവിടെ കച്ചവടം നടത്തണോ. കാരണം തൻ്റെ അളിയൻ്റെയും പെങ്ങളുടെയും ജീവിതം അല്ലെങ്കിൽ അവരുടെ ഇതില് കുട്ടിച്ചോറാക്കിയിട്ട് ധർമ്മന് പുതിയൊരു സംരംഭം തുടങ്ങണമെന്ന് യാതൊരു താല്പര്യവുമില്ല. കാരണം തിന്ന ചോറിന് നന്ദി കാണിക്കാത്തവനല്ല ധർമ്മൻ. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ധർമ്മൻ്റെത്. അങ്ങനെ ധർമ്മൻ തിരിച്ചു വരേണ്ടത് അവരെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വരേണ്. ആ സമയത്ത് ധർമ്മം നോക്കുമ്പോൾ ഈ സുകന്യയുടെ സംസാരവും സുകന്യ കടയിൽ കിടന്ന് കാണിക്കുന്ന ഷോയൊക്കെ കണ്ടിട്ട് ധർമ്മന് ഭയങ്കര ദേഷ്യം വരുടെ. കാരണം ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ചും ബാലേട്ടനെ കുറിച്ചും ഒക്കെ ഭയങ്കരമായിട്ട് മോശപ്പെട്ടും ഒക്കെ ആൾക്കാരുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് മോശപ്പെട്ട് പറയണം കേട്ടോ. അപ്പൊ ഇതൊന്നും അംഗീകരിക്കാനോ കേട്ടോണ്ട് നിൽക്കാനോ ധർമ്മന് കഴിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ധർമ്മം നേരെ സുകന്യയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ, നീ ഈ കാണിക്കണ വൃത്തികേടുണ്ടല്ലോ ഒരിക്കലും ശരിയായല്ല. നീയും അവരുടെ കുറെ ചോറ് തിന്നിട്ടുള്ളതാ. തിന്ന ചോറിന് ഒരല്പമെങ്കിലും നന്ദി കാണിക്കടി എന്ന് പറഞ്ഞു. അതിന് ഞാനിപ്പോ എന്താ ധർമ്മേട്ട ചെയ്തത്? എന്താ ചെയ്തെന്നോ? നീ എന്തിനാ ആവശ്യമില്ലാണ്ട് ആ അളിയനെ കുറിച്ചും അല്ലെങ്കിൽ ഗോമതി ഏട്ടത്തെ കുറിച്ചും അല്ലെങ്കിൽ ഗോമതി സ്റ്റോഴ്സിനെ കുറിച്ചും ആ കുടുംബത്തെ കുറിച്ചൊക്കെ നീ എന്തിനാ ആൾക്കാരുടെ അടുത്ത് മോശപ്പെട്ടൊക്കെ പറയണ എന്തിനാന്ന് ഇങ്ങനെ നമ്മുടെ ധർമ്മം ചോദിക്കണ്. ഞാൻ എന്ത് പറഞ്ഞു? അതൊക്കെ ഒരു കടയാകുമ്പോ കച്ചവടത്തിന്റെ നാക്ക. എന്ത് നാക്ക്? ദേ സുകന്യ, ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ കട മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് യാതൊരു താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. അതെ, നിങ്ങൾക്കല്ലെങ്കിലും നല്ലത് പറഞ്ഞിട്ടില്ല ധർമ്മേട്ട. ഇത്രയും ലക്ഷങ്ങളും മുടക്കി നമുക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു സ്ഥാപനം ചെയ്ത് അവർ തരുമ്പോൾ അത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പക്ഷെ ഈ സുകന്യക്ക് അത് പറ്റില്ല. അപ്പോൾ ധർമ്മം പറഞ്ഞു, നീ എന്ത് കാണിച്ചാലും ശരി ഈ കട മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനത് അംഗീകരിച്ച് തരില്ല സുകന്യ എന്ന് പറയുന്നുണ്ട്. അതിന് ധർമ്മേട്ടനൊന്നും ചെയ്യണ്ട, ഞാൻ നടത്തിക്കൊള്ളാം. ധർമ്മേട്ടൻ അല്ലെങ്കിലും കണ്ടവരുടെ കീഴിൽ ജോലി ചെയ്ത് അവരിൽ നിന്നൊരു ശമ്പളം പോലും കിട്ടാണ്ട് ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കാനായിരിക്കും ധർമ്മേട്ടൻ്റെ ഒരു താല്പര്യം. പക്ഷെ എൻ്റെ താല്പര്യം അങ്ങനെയല്ല. എനിക്ക് നമുക്കായിട്ട് തന്നിക്കുന്ന ഒരു സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ എനിക്ക് വിചാരമുള്ളൂ എന്നൊക്കെ സുകന്യ പറയാനായിട്ടോ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും ധർമ്മം പറഞ്ഞു, നീ നിന്റെ തോന്നും പോലെ ചെയ്തോ, ഈ ധർമ്മനെ അതിന് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ധർമ്മം അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ആര്യൻ അറിയാം ധർമ്മമാമൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിനെതിരായിട്ട് നിൽക്കില്ല. കാരണം ഇതില് മറ്റുള്ളവരുടെ, അതായത് അച്യുതന്റെയോ അനന്തന്റെയോ അലോകിന്റെയോ ഒക്കെ ബുദ്ധിയായിരിക്കും ഇങ്ങനെ തുടങ്ങാൻ കാരണം. കാരണം എന്ന് വെച്ചാൽ ധർമ്മൻ ഓപ്പണിങ് ചെയ്യുന്നവരെയും ഇതെവിടെയാണ് ഈ കട എന്നുള്ളത് അറിഞ്ഞിട്ടില്ല എന്ന് ധർമ്മം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ആര്യന് മനസ്സിലായി. അങ്ങനെ ആര്യൻ ഇതൊക്കെ ചോദിക്കാണ്ടിരിക്കാതെ പറ്റില്ല. ആര്യൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ആര്യൻ നേരെ ഈ ഇന്ദിരാ സ്റ്റോഴ്സിലോട്ട് കയറി വരികയാണ്. അപ്പൊ നമ്മുടെ അലോക് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അലോക് ചോദിക്കും, എന്താടാ ഇങ്ങോട്ട് എന്തിനാടാ നീ വന്നത്? അതെ, നീയൊക്കെ ചേർന്നിട്ട് ഞങ്ങളുടെ ഗോമതി സ്റ്റോഴ്സിനെതിരെ കളിക്കാന്നൊക്കെ നീയൊക്കെ മനസ്സിൽ കരുതി കാണും. പക്ഷെ അതൊന്നും കൊണ്ട് ഒന്നും ആവില്ലടാന്ന് പറഞ്ഞു. എടാ എടാ, ഇറങ്ങി പൊക്കോടാ, പുറത്ത് പോടാന്ന് പറയാം. അപ്പോഴേക്കും അലോക് തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ഒരു ചെറിയൊരു വാക്ക് തർക്കം പോലെയൊക്കെ വരെയാണ്. അപ്പോഴത്തേക്കും സുകന്യ എന്ത് ചെയ്യുന്നറിയാവോ, ഇതൊക്കെ ഫോണിൽ ഇങ്ങനെ വീഡിയോ പിടിക്കുകയാണ്. ഈ സമയത്ത് ആരും കുറെ ഡയലോഗ് അടിക്കും, ഞങ്ങളുടെ ധർമ്മമാമനെ വെച്ച് നീയൊക്കെ കളി കളിച്ച എത്ര നാളത് മുന്നോട്ട് പോകുമെന്ന് കാണണോടാ. ഈ ഇന്ദിരാ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം അടച്ചു പൂട്ടിയില്ലെങ്കിൽ എൻ്റെ പേര് നീ മാറ്റിക്കൂടെന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആര്യന് അല്ല നമ്മുടെ അലോകിന് അങ്ങോട്ട് ദേഷ്യം വരെയാണ് ആര്യൻ്റെ ഡയലോഗ് കേട്ടിട്ട്. ആ സമയം നമ്മുടെ അലോക് ആര്യന് ഒരൊറ്റ അടിയും കൊടുക്കാൻ കേട്ടോ. ഇത് നമ്മുടെ സുകന്യ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്ക് ധർമ്മം വന്നിട്ട്, എടാ നീ എന്താടാ കാണിക്കണത്? ആര്യ നീ അങ്ങോട്ട് പോയി മാറി നിൽക്കുക. അങ്ങനെ സുകന്യയും അതുപോലെ തന്നെ ധർമ്മനും ഒക്കെ ചേർന്നിട്ട് അലോകിനെയും നമ്മുടെ ആര്യനെയും മാറ്റി നിർത്തുകയാണ്. കാരണം രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാ. അങ്ങനെ മാറ്റി നിർത്തിയിട്ട് ആര്യൻ്റെ അടുത്ത് പറയും, ആര്യ നീ ഇപ്പോൾ അങ്ങ് വീട്ടിൽ പോകോ, നീ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മന് ഭയങ്കര വിഷമാ. എന്നിട്ട് മാറി നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനെ വിടണം. അപ്പോഴേക്കും അലോക് അങ്ങ്
ചീറണ്. നിന്നെ ഞാൻ എടുത്തോളാം, നിന്നെ ഞാൻ കുറേ ആയി നോക്കി ഊഴം വെച്ചേക്കണേ ആടാ, നീ എന്ത് ചെയ്യടാ, നീ ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി വാടാന്ന് ആര്യനെ തിരിച്ച് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഈ സമയം ധർമ്മൻ ആര്യനെ പൊക്കോന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് പറഞ്ഞു വിടുകയാണ്. ഈ സമയം നമ്മുടെ സുകന്യ ഈ എടുത്ത വീഡിയോ നമ്മുടെ മിത്രയുടെ ഫോണിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മിത്രയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയും, ഞാൻ ഒരു വീഡിയോ നിന്റെ ഫോണിൽ ഇട്ടിട്ടുണ്ടെന്ന് ചോദിക്കുക. എന്ത് വീഡിയോ, എന്തിനാ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിച്ച് മിത്ര ഇങ്ങനെ ചൂടാവേണ്. നീ ആ വീഡിയോ കണ്ടു നോക്കെന്ന് പറഞ്ഞിട്ട് സുകന്യ ഫോൺ അങ്ങ് വെക്കുകയാണ്. അപ്പോഴേക്ക് നോക്കുമ്പോൾ എന്നാ നമ്മുടെ അലോക് ആര്യനെ തല്ലാണ്. ഇത് കണ്ടിട്ട് മിത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണില്ല. എൻ്റെ ആര്യനെ തല്ലാൻ മാത്രം ആയല്ലേ അവൻ എന്നുള്ള രീതിയിൽ. ഈ സമയത്ത് നമ്മുടെ ഗോമതി അങ്ങോട്ട് വരികയാണ്. അപ്പം മിത്ര വല്ലാണ്ട് വിഷമിച്ച് അങ്ങ് നിൽക്കുകയാണ്. എന്താ മോളെ, എന്താ പറ്റിയത്? അപ്പം മിത്ര ആ വീഡിയോ നമ്മുടെ ഗോമതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ഗോമതിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ എൻ്റെ മോൻ്റെ നേരെ കൈ പൊക്കിയോ, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുകന്യ സോറി നമ്മുടെ ഗോമതി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ മിത്ര പറഞ്ഞു, ഇത് ഞാൻ വെറുതെ വിടില്ല അപ്പച്ചി, അവൻ വരട്ടെ, ഞാൻ അവനോട് ചോദിക്കും, ഞാനും ചോദിക്കും മോളെ എന്ന് പറഞ്ഞിട്ട് ഗോമതി മിത്രയും നിൽക്കുകയാണ്. ഈ സമയത്ത് ആര്യം വരെയാണ്. ആര്യം വന്നു കഴിയുമ്പോൾ മിത്ര ചോദിച്ചു, എന്താ എന്താ ആര്യ അവിടെ കടയിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? അപ്പം പറഞ്ഞു, ഞാനൊന്നും ഉണ്ടാക്കിയില്ല. അപ്പം ഗോമതി പറഞ്ഞു, എടാ നിന്നെ അവൻ ഉപദ്രവിച്ചോ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല അമ്മ, അമ്മയ്ക്ക് എന്താ പറ്റിയത്? അപ്പൊ പറഞ്ഞു, എടാ നിന്നെ അവൻ തല്ലിയോ എന്നാ ചോദിച്ചത്. ഇല്ലാന്നേ, എനിക്കൊരു കുഴപ്പമില്ല. ധർമ്മമാമൻ ഒരിക്കലും നമുക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല അമ്മേ, നമ്മൾ ധർമ്മമാമനെ കുറ്റപ്പെടുത്തണ്ട എന്നൊക്കെ ആര്യം പറയേണ്. അപ്പം മിത്ര പറഞ്ഞു, ആലോക് അവൻ നന്നായി, അവന് നന്നായെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കരുതിയത്. പക്ഷെ അവനെല്ലാം മുഖം മൂടിയാണ്. അവൻ നമ്മുടെ മുന്നിൽ കാണിക്കുന്ന വെറും ഷോ മാത്രമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. ഈ സമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് അലോക് വരെയാണ്. അലോക് പറഞ്ഞത് കണ്ടതും മിത്രയും അതുപോലെ ഗോമതിയും കൂടെ നേരെ ചെല്ലണ്. എടാ നീ എൻ്റെ മോൻ്റെ നേരെ കൈ പൊക്കാറായല്ലേടാ, ഇനിയും പൊക്കും. ഒരു കടയിൽ കയറി വന്നിട്ടേ അനാവശ്യം പറഞ്ഞാൽ നോക്കിക്കൊണ്ട് ഞാൻ നിൽക്കണോ? അവൻ്റെ അടുത്ത് അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ഇരുന്നോളാൻ പറയണം, അല്ലാതെ ഞങ്ങളുടെ കടയിൽ കയറി വന്ന് വലിയ ഷോ ഇറക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അലോക് ഭയങ്കര ഡയലോഗ് ഇറക്കുകയാണ്. ഈ സമയം നമ്മുടെ മിത്ര പറയും, എടോ നീ നന്നാവും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, എന്തൊക്കെയായിരുന്നു ജയിലിൽ കിടന്ന ഷോ. അപ്പോഴേക്കും അലോക് ആര്യൻ അങ്ങോട്ട് വന്നിട്ട് പറയും, മിത്രേ നീ ഇങ്ങോട്ട് വന്നേ, അവനെ എൻ്റെ ഒരു കൈക്കില്ല, പിന്നെ അവൻ എൻ്റെ വീരവാദം മുഴക്കടോ, നീ ഇങ്ങോട്ട് വാദം പറയും. അപ്പം മിത്ര പറഞ്ഞ്, വിടാരി എന്നെ, അവൻ നന്നാവും കൂടപ്പിറപ്പല്ലേ എന്ന് കരുതിയിട്ട് എല്ലാം സഹിച്ചും ക്ഷമിച്ചും അങ്ങ് നിന്നു. എവിടെ എവനോ നന്നാവണത്? അവൻ ജയിലിൽ ഞാൻ കണ്ട സമയത്ത് എന്തായിരുന്നു അവൻ്റെ പെർഫോമൻസ്? അവൻ ഭയങ്കര നന്നായി, അവരങ്ങനെയാണ് ഇങ്ങനെയാണ്, വെറും മുഖം മൂടിയായവൻ, വെറും മുഖം മൂടി. എന്നിട്ട് ആലോക് പറഞ്ഞു, എടി ഇനി കടയിൽ കയറി നിന്റെ ഭർത്താവെന്ന് പറയണ ആ തെണ്ടി ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ അവൻ്റെ കരണം ഞാൻ ഇനി അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം മിത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുമോ? പറഞ്ഞു തീരുന്നില്ല. അതിനു മുന്നേ മിത്ര അലോകിന്റെ മുഖത്ത് നോക്കി ഒരൊറ്റ കീറം കൊടുക്കണം കേട്ടോ. അലോക് അങ്ങ് ഭയങ്കരമായിട്ട് ഇതായി പോയി. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് മിത്ര തല്ലും എന്നൊരിക്കലും നമ്മുടെ അലോക് കരുതിയില്ല. അപ്പോഴേക്കും നമ്മുടെ ആര്യ ഇടപെട്ടു. ആര്യ, മിത്ര നിന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് വാന്ന്, എന്നിട്ട് നീ എന്നെ ഈ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആര്യൻ മിത്രേനെ കൈ പിടിച്ച് വലിച്ചഴച്ച് ഇങ്ങ് കൊണ്ടുവരികയാണ് കേട്ടോ. നീ ഇങ്ങോട്ട് വാ, വീട്ടിലോട്ട് വാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഗോമതി അവിടെ കിടന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോമതി തിരിച്ച് നേരെ ദേവമംഗലത്തോട്ട് വരെയാണ്. അങ്ങനെ ആര്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പറ്റിയത്? അവന് എന്നെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചിട്ട് അകത്ത് കയറി, നീ ഇനി എന്താ അവനോടൊന്നും മിണ്ടാനും പറയാനും നിൽക്കണ്ട മിത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യം വഴക്ക് പറയുന്നത്. ഈ സമയം അലോകിന് വല്ലാത്തൊരു ഷെയിമായിപ്പോയി. അവളുടെ കയ്യിൽ നിന്ന്, ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നില്ലേ എന്നുള്ള രീതിയിൽ അലോക് ആകെ ഇതായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ധർമ്മൻ സുകന്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, സുകന്യെ, നീ വലിയ ഷോയും കാണിച്ച് വലിയ ഇതായിട്ട് എൻ്റെ ഏട്ടന്മാരുടെ പിൻബലത്തിലാണ് നീ കാണിക്കണമെങ്കിൽ അത് അധികം നാൾ ഈ ധർമ്മം കണ്ടു നിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. അതെ, ഇന്ന് എൻ്റെ ആര്യനെ ആട്ടി ഇവിടെ ഇട്ട് അടിച്ച് നീ പായിക്കാനായിട്ട് നീ കൂട്ടുനിന്നല്ലേടി എന്നൊക്കെ പറഞ്ഞു. എടി
എൻ്റെ പിള്ളേരാടി അത്, ഞാൻ എടുത്ത് വളർത്തി എൻ്റെ പിള്ളേരാ, നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മൻ സുകന്യയോട് ഒരുപാട് ചൂടാവേണ്ട കേട്ടോ. നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നുണ്ടാക്കിയാൽ മതി, ഈ ധർമ്മനെ കിട്ടില്ല. എൻ്റെ ഭാര്യ എന്നുള്ള അഡ്രസ്സിലല്ലേടി നീ ഇവിടെ കിടന്ന് നീ ഞെളിയണത്, ഇനി എന്താ നീ കാണിക്കണെന്ന് ഞാൻ കാണട്ടേടി എന്ന് പറഞ്ഞുകൊണ്ട് ധർമ്മൻ സുകന്യനെ വെല്ലുവിളിക്കുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വിശേഷം ഏകദേശം സാന്ത്വനം 2 ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കുക. അത് മാത്രമല്ല നമ്മുടെ ചാനലിന്റെ വീഡിയോസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സാന്ത്വനം 2 ഇന്നത്തെ വിശേഷം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.